കഴിഞ്ഞു വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേയുള്ളൂ.
ദൈവസ്ഥ dear. അവരെ കരുതുന്നതിനുള്ള ദൈവിക നിയോഗത്തെ പറ്റി ധ്യാനിക്കുന്നതിന് വേണ്ടിയാണ് ഈ ആരാധന എന്നുള്ളത്. ഡിഫറൻ്റ്ലി ഏബിൾ എന്ന് പറയുന്നത് ഒരു പുതിയ കാലയളവിന്റെ ഭാഷയാണ്. പലപ്പോഴും നമ്മൾ ഉപയോഗിച്ച് വരുന്നത് ഡിസേബിൾസ് എന്നൊരു വാക്കാണ്. കാരണം അതിന്റെ എംഫസിസും ഫോക്കസും മുഴുവനും അവരുടെ ദുർബലതയെ പറ്റിയാണ്. എന്നാൽ കാലം പുരോഗമിച്ചപ്പോൾ മനുഷ്യന്റെ ചിന്തകൾ കുറച്ചുകൂടെ വലുതായിരുന്നു. ഒരാളുടെ കുറവിനെ നോക്കാതെ കഴിവിനെ നോക്കണം എന്നുള്ള ആസക്തി വന്നപ്പോൾ ഡിഫറൻ്റ്ലി ഏബിൾ, അവരുടെ കഴിവ് വ്യത്യസ്തമാണ്. ഒരിക്കലൊരു കാട്ടിലെ സ്കൂളിൽ ക്ലാസ് വന്നിട്ടാണ്. സബ്ജക്റ്റുകൾ പലതാണ്. ഒന്ന് നീന്തല്, ഒന്ന് പറക്കുന്നത്, ഒന്ന് മരം കയറുന്നത്, നാലാമത്തെ സബ്ജക്ട് നിങ്ങളുടെ സ്കൂളിൽ ഇങ്ങനത്തെ സബ്ജക്റ്റുകൾ ഉള്ളതൊക്കെ ഓടുന്ന മറ്റൊരു സബ്ജക്റ്റ് ആണോ? ഓട്ടം, റണ്ണിങ്. Is it a subject? It's a four-way stop. Is it a subject? This one gone. That is going. Let me The just. second subject was swimming. Think of the subject in school. Okay. Okay, ഒരു ഫോറസ്റ്റിലെ സ്കൂളിൽ ഇതൊക്കെ സബ്ജക്ട്. The third subject is flying. Fourth subject was climbing trees. അപ്പോൾ ഓരോ ടീച്ചേഴ്സ് ക്ലാസ് എടുത്തിട്ട് പോയി. പറക്കത്തിന് ക്ലാസ് എടുത്ത പരുമ്പായിരുന്നു. ആ ക്ലാസ്സിൽ മീൻ ഫസ്റ്റ് ലെസൺ വരെ തോറ്റുപോയി. ഫിഷ് കുഡിങ് ഫ്ലൈ. പിന്നെ ഞാൻ കടുവയുടെയും ആട്ടുകുടിയുടെയും കാര്യങ്ങൾ പറയാനില്ല. ഓരോരുത്തരും തോറ്റുപോയി. സെക്കൻഡ് സബ്ജക്ട് എന്ന് പറയുന്നത് സ്വിമ്മിങ് ആയിരുന്നു. ഫസ്റ്റ് സബ്ജക്ട് തോറ്റെങ്കിലും സ്വിമ്മിങ്ങിന് ഫിഷ് ഫസ്റ്റ് വന്നു, താറാവ് ഫസ്റ്റ് വന്നു. പക്ഷേ കോഴിക്കുഞ്ഞ് ആ സബ്ജക്ട് ഫസ്റ്റ് ഗ്രേഡിൽ തോറ്റുപോയി. പിന്നെ എക്സാം പോലും എഴുതാൻ കടുവാക്കൊന്നും പോയില്ല. കാരണം ഭയങ്കര ശക്തമാണ്. ഫോർത്ത് സബ്ജക്ട് വാസ് ക്ലൈംബിംഗ് ട്രീ. ആ സബ്ജക്റ്റില് കടുവ ഫസ്റ്റ് കയറി വന്ന് മീനൊന്നും എക്സാം പോലും എഴുതിയില്ല. ക്ലാസ് തുടങ്ങിയത് അറ്റൻഡൻസ് ഷോട്ട് ചെയ്താൽ പോലെ കാരണം വരാൻ പറ്റത്തില്ലല്ലോ ഈ സബ്ജക്റ്റ് എഴുതാൻ. ആ എക്സാം പോലും എഴുതാൻ പറ്റാതെ ഒരു വലിയ. നാലാമത്തെ സബ്ജക്റ്റും അതുപോലെ തന്നെ റണ്ണിങ് ആയിരുന്നു. അതിനകത്ത് പുലിക്കുട്ടി ആദ്യം വന്നു, ആട്ടുകുട്ടി പുറകെ വന്നു. മീനും എക്സാം എഴുതാൻ പറ്റാതെ ഒരു. പക്ഷേ ഈ 4 സബ്ജക്റ്റിലും ജയിച്ച ഒരേ ഒരു നല്ല ആക്റ്റീവ് സ്റ്റുഡന്റ് ആ കാട്ടിലുണ്ടായിരുന്നത് ഓതിരാകെ ഒന്നും ഓർമ്മയില്ല. കാരണം ഓതിന് പറയണേ പറക്കാൻ പറ്റും, ഓതിന് വേണം മനസ്സിലാക്കാൻ പറ്റും, വെള്ളത്തിൽ കൊടുക്കും. പക്ഷെ ഓതിന് കൊണ്ട് ഓതിന് പോലും പ്രയോജനമില്ല. പലപ്പോഴും നമ്മുടെ സിസ്റ്റം ഇതാണ്. ഓരോരുത്തരുടെ കഴിവ് ഡിഫറെന്റ്. പക്ഷേ വി വാണ്ടഡ് ടു മെഷർ ദം ഇൻ ദി സെയിം സ്കെയിൽ. അപ്പോൾ എന്ത് പറ്റും? ഒരാളുടെ ഡിഫറൻസിനെ നമ്മൾ പലപ്പോഴും പറയും അയാളൊരു ഒരു നാട്ടിൽ ഇതുപോലെ തന്നെ ഒരു മരുന്ന് വന്നു. ആ മരുന്ന് കഴിക്കുന്നവർക്കെല്ലാം ആ നാട്ടിൽ എല്ലാവരും മരുന്ന് കഴിക്കും. പക്ഷെ ഒരാൾ മാത്രം കഴിച്ചില്ല. അയാൾ പറഞ്ഞു, ഞാൻ ആ ബുദ്ധിമാൻ, ഞാൻ കഴിച്ചില്ല, എനിക്ക് ബുദ്ധിയുണ്ട്. പക്ഷെ ഈ 99 പേര് ചേർന്ന് പറഞ്ഞു നമ്മൾ ഒരു കുഴപ്പമുള്ള ഒരാളുണ്ട്. ആരാണ് ബുദ്ധിയുണ്ടെന്ന് പറയുന്ന ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു ദൈവിക വിഷയമാണ്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തത എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു ക്രിയേറ്റിവിറ്റിയാണ്, ദൈവത്തിന്റെ ഒരു കഴിവാണ്. ദൈവം ഉണ്ടാക്കിയ ഒന്നുപോലെ ഒരു ഇല പോലും ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് എല്ലാവരും ഒരുപോലെ ഇരിക്കണം, ഒരുപോലെ ചിന്തിക്കണം, ഒരുപോലെ. അവിടെയാണ് ദൈവം പറയാൻ ശ്രമിക്കുന്നത്. എല്ലാവരും ഒരുപോലെ ആത്മാവല്ല ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവിടെയാണ് നമ്മുടെ ദൈവം ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരെ റെസ്പെക്ട്ഫുള്ളി കെയർ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഡിഫറെന്റ്ലി എന്ന് പറയുമ്പോൾ അത് a person who has physical, mental, or psychological impairment that may affect one or more major life activities. ജീവിതത്തിലെ പല മേഖലകളെ
Tell why you don't go. Okay, am I the first one? ഈ ഒരു ഇമ്പയർമെന്റ് Okay. നമുക്ക് തോന്നും ഈ ശരീരത്തിനും മനസ്സിനും ഒക്കെ ആയിരുന്നു പണ്ടൊരു 2000 വരെ. ഇപ്പോഴുള്ള ഡിസബിലിറ്റിയുടെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ പലരും ഡിസബിൾഡ് ആണെന്ന് പറയേണ്ടി വരും. എന്നറിയോ? ഡിജിറ്റലി ഡിസബിൾഡ്. ഇളം ഇനി ഞാൻ മെമ്പർഷിപ്പിന്റെ സ്പീക്കിംഗ് ചെയ്യുന്നത് പെട്ടെന്ന് കാരണം നമുക്ക് ഈ വേൾഡിലുള്ള ഈ പറഞ്ഞ ഫണ്ടായിരിക്കണമെന്നും അതിന്റെ മെസ്സേജ് വരുമെന്നും അത് ചോദിക്കുമ്പോൾ ചിലർക്ക് അറിയില്ല. ഡിജിറ്റൽ ഡിവൈഡാണ്. വളരെ ഡിവൈഡായി മാറിയത് ഡിജിറ്റൽ ആക്സസ് ഇല്ല. പലരും പഴയ ഫോണിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഇതൊക്കെ ഈ അല്ലേ ഇത്രയൊക്കെ മാറ്റം വന്നതെന്ന് അറിയുന്ന പോലും ഇല്ല. അത് ഡിസബിലിറ്റി ആയിട്ട് മാറി. അപ്പൊ ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഒരു കോമൺ ക്രൗഡില് ഡിഫറൻ്റായിട്ട് മാറുന്നതിനെ മാത്രമാണ് കാണിക്കുന്നത്. പക്ഷെ ഇവിടെ ഓരോരുത്തരുടെയും കഴിവിനെയും അതിനെ കെയർഫുള്ളി കേട്ട് ചെയ്യാൻ ദൈവം നമ്മളെയൊക്കെ വിളിച്ചിരിക്കുകയാണെന്നും ഈ കാലത്ത് വളരുവാൻ എല്ലാവർക്കും സാധ്യതയുള്ളത് ഉപയോഗിക്കണമെന്നും പ്രാരംഭമായിട്ട് ഞാൻ ഓർക്കുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ സഭ നേരിടുന്ന ഒരു വെല്ലുവിളി ഇങ്ങനെ ഡിസബിൾഡ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് സഭയിൽ വരുന്നത് ഒരു ചലഞ്ചായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ്. ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരെയും കെയർ ചെയ്യുന്നത്. ചർച്ച അറ്റൻഡ് ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം മൈനോറിറ്റി ഗ്രൂപ്പാണ്. ചെറിയ ഗ്രൂപ്പാണ്. കുറച്ചുപേരല്ലേ ഉള്ളൂ. നമ്മൾ ഇത്രയും എന്തിനാണ് ഒരാൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുള്ളത് പറഞ്ഞത് അല്ലേ? ആ ഒരു ചെറിയ ഗ്രൂപ്പ് അല്ലേ എന്നുള്ളതാണ് നമ്മുടെ ഒരു പക്ഷെ അവരുടെ നീഡ് വലുതാണ് എന്ന് ഓർമ്മയില്ല. ഒരമ്മ ഇന്നലെ പറയുകയായിരുന്നു, പക്ഷേ ഞാൻ പള്ളിയിൽ പോയിട്ട് 20 വർഷം എൻ്റെ മോൻ വളർന്ന ശേഷം പള്ളിയിൽ പോകാൻ പറ്റില്ല. അവൻ ഓടി നടക്കും, ശബ്ദമുണ്ടാക്കും. പലർക്കും ഞങ്ങളുടെ മോനൊരു ബുദ്ധിമുട്ടാണ്. ദൈവം ഒരു പക്ഷേ ഏറ്റവും കൊണ്ട് പ്രസാദിക്കുന്ന മനുഷ്യൻ ആ കുഞ്ഞിന്റെ സാന്നിധ്യവും ആ കുഞ്ഞിനെ കരുതുന്ന ഒരു ആത്മീയ അന്തരീക്ഷം. ദൈവത്തിന്റെ ഹിതത്തിൽ അവനെ ഉൾക്കൊള്ളുന്ന ഒരു സഭയാണ് ഒരു ഇൻക്ലൂസീവ് ചർച്ച് ഉണ്ടാവുന്നത്. പക്ഷെ നമ്മളുടെ കാഴ്ചയിൽ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു സഭ എന്ന് പറയുന്നത് ഒരു ദൈവം ഇത് ചിന്തിക്കുന്ന വിധം ഉയരുമ്പോഴാണ് ഈ മൈനോറിറ്റിയുടെ നീട് പോലും മജോറിറ്റിക്ക് ഫ്രണ്ടായി മാറുന്നത്. രണ്ട്, ഈ ഡിസബിലിറ്റി അഫക്ട് ചെയ്യുന്ന രണ്ടാമത്തെ വലിയൊരു മേഖല എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസമുള്ള ഒരു ഫാമിലിയിൽ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് പ്രയാസമായി. അല്ലെ കുറെ കാലം കഴിഞ്ഞായിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നത് ശരിയാണ് അത് പോകുന്നത്. ആ സമയത്ത് പലരുടെയും ലൈഫ് ഒരുപാട് നശിച്ചു അല്ലെങ്കിൽ ഒരുപാട് ട്രീറ്റ്മെന്റ് കിട്ടേണ്ട ടൈം നഷ്ടപ്പെട്ടു വരും. അതൊരു വലിയ ചലഞ്ചാണ്. മേക്കിംഗ് ദം ടു ഹാവ് എ റൈറ്റ് അക്സെപ്റ്റൻസ്, ഒരു അണ്ടർസ്റ്റാൻഡിങ് about their feelings. ഈ അത് ഗ്രീഫ് പോലാണെന്ന് പറയുന്നത്. നമ്മുടെ അതിദുഃഖം പോലെയാണ് ഈ ഡിസബിലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നത്. എലിസബത്ത് കുൾബർ-റോസ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ഈ ഗ്രീഫിന് കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേജ്, ഒരു പ്രയാസം ഉണ്ടായാൽ നമ്മൾ കടന്നു പോകുന്ന സ്റ്റേജ്. ഒന്നാമത്തെ സ്റ്റേജ് വെച്ചാൽ ഡിഗ്നിയില്ല. നമുക്ക് ഇഷ്ടമില്ലാത്ത സംഭവം അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, അങ്ങനെയൊന്നും ഇല്ല. ഞാൻ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇച്ചിരി മുന്നോട്ട് വരും. അങ്ങനെ സംഭവിച്ചു, പക്ഷെ why me?